ഹായ് എല്ലാവർക്കും ട്രാവൽ ബൈ അഷ്കർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യയിലെ ഫസ്റ്റ് വില്ലേജായ കാഹോ വില്ലേജിലാണ്. ഈ കാണുന്നതായിട്ട് കാഹോ വില്ലേജ്. ഇവിടെ ഒരു ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ താമസിച്ചത് ആ കാണുന്ന സ്ഥലത്താണ് കേട്ടോ. അവിടെയാണ് നമ്മൾ ടെൻ്റ് അടിച്ച് താമസിച്ചത്. അതുപോലെ തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്ന് ഇപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ ഒരു ഈ കാണുന്ന ഹോം സ്റ്റേ അല്ലേ, അവിടെ ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ബാത്റൂമൊക്കെ കയറിയിട്ടാണ് നമ്മളിപ്പോൾ വന്നത്. ഫ്രഷായി എൻ്റെ സൈക്കിൾ അവിടെ വെച്ചിട്ടാണ്. ഇവിടെ അങ്ങനെ കള്ളന്മാരോ അല്ലെങ്കിൽ പിടിച്ചു പറിക്കാനുള്ള സെറ്റപ്പൊന്നുമില്ല. ഇവിടെയൊക്കെ ബുദ്ധിസ്റ്റുകളായതുകൊണ്ട് വല്ലാത്തൊരു പീസ്ഫുള്ളായിട്ടുള്ള ആൾക്കാരാണ്. ഈ കാണുന്നതാണ് കാഹോ എന്ന് പറയുന്ന വില്ലേജ്. ഇവിടെ നമ്മൾ കുറച്ചൊരു 100-150 മീറ്റർ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ആർമിയുടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അത് ഇനി അലോഡല്ല. ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ ചൈന കാണാൻ പറ്റും കേട്ടോ. ആ കാണുന്ന മലയില്ലേ, ആ കാണുന്ന മല, ആ ഒരു മഞ്ഞയ്ക്കുള്ള അതാണ് ചൈനയുടെ കേട്ടോ. അതുപോലെ തന്നെ അതും ചൈനയുടെയാണ്. ഈ കാണുന്നതൊക്കെ നമ്മുടെ ഇന്ത്യയുടെ കേട്ടോ. ഇവിടെയൊക്കെ നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാരുണ്ട്. ഈ ഒരു മലയുടെ മേളിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഈ ഒരു കോടയൊക്കെ മാറിയിട്ട് നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ചെറിയ ചെറിയ ക്യാമ്പുകൾ കാണാൻ പറ്റും കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം വന്നത് ആ ഒരു സൈഡിൽ നിന്നാണ്. അവിടെ ഒരു മൊണാസ്ട്രി ഉണ്ട് കേട്ടോ. അങ്ങോട്ടേക്കാണ് നമ്മൾ പോണത്. നമ്മളെ കാഹോ വില്ലേജിൽ നിന്ന് ഇറങ്ങണ കേട്ടോ. ഞാൻ ശരിക്കും ഇവിടുത്തെ ട്രൈബ് ഉണ്ട്, മിയർ എന്ന് പറയണത്. അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങൾ കാണാൻ പറ്റുമെന്ന് അറിഞ്ഞു വന്നാൽ കേട്ടോ. പക്ഷേ ഇവിടെ എല്ലാവരും പുറത്തേക്ക് പോയേക്കണ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നടപടിയായില്ല. ഇവിടെ ഒരു മൊണാസ്ട്രി ഉണ്ട്, ഒരു ഗൊൻപയുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് നമ്മൾ കയറണേ. ഇത് ഓൾറെഡി ക്ലോസ്ഡ് ആണ്. ഇവർ വൈകിട്ടോ ഏതൊരു സമയത്ത് മാത്രമേ തുറക്കുകയുള്ളൂ. നമ്മൾ ചോദിച്ചപ്പോൾ തന്നെ കുഴപ്പമില്ല, കയറിക്കോളാനാണ് പറഞ്ഞത്. നമുക്ക് ഓപ്പണല്ലല്ലോ, പുള്ളി പറഞ്ഞ് കയറിക്കോളാണ് കേട്ടോ പറഞ്ഞത്. എന്തായാലും എങ്ങനെ കയറാൻ പറ്റും നോക്കാം. ചാടി കയറിയത്. ഇവിടെ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇത് ക്ലോസ്ഡ് ആണ്, നിങ്ങൾക്ക് ജസ്റ്റ് ഗേറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഈ കാണുന്നത് ഒരുപാട് വർഷം പഴക്കമുള്ളൊരു മൊണാസ്ട്രിയാണ് കേട്ടോ. ഇതിപ്പോൾ ക്ലോസ്ഡ് ആണ്. ഇവിടെ ലാമാസിനൊന്നും കണ്ടില്ല കേട്ടോ. നമ്മളിങ്ങനെ കറങ്ങി വേണം ഈ ഒരു ഗൊൻപ സന്ദർശിക്കാൻ വേണ്ടി. അതായത് നമ്മുടെ ലാസ്റ്റ് വന്ന ഒരു ഇതാണ് കേട്ടോ. ഈ കാഹോ എന്ന് പറയുന്നത് ലാസ്റ്റ് വില്ലേജുമാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് വില്ലേജുമാണ് കേട്ടോ. നമ്മൾ ചൈനയിൽ നിന്നും വരുമ്പോൾ ഫസ്റ്റ് വില്ലേജ്, ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്ക് പോകുമ്പോൾ ലാസ്റ്റ് വില്ലേജ് കേട്ടോ. ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളും കിട്ടും. ഇവിടെ ഇന്നലെ വേണമെങ്കിൽ ടെൻ്റ് അടിക്കാറില്ല, പക്ഷേ ഇവിടെ നിന്ന് പെർമിഷൻ കിട്ടുമല്ലോ എന്ന് എനിക്കറിയില്ല. ഇവിടെ നോക്കി നല്ല കിട്ടില്ല വ്യൂ ആണ് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചൈന കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇന്നലെ വന്നപ്പോൾ കണ്ടില്ലേ കാഹോ ഫസ്റ്റ് വില്ലേജ് ആ എഴുതിയേക്കണതാണ് കേട്ടോ. ഇവിടെ നമുക്ക് 2 ഫോട്ടോയും കൂടെ എടുക്കാനുണ്ട്. ഇവിടെ ഏകദേശം പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 200-250 വരെ ഉള്ളൂ ആൾക്കാർ. കണ്ടില്ല, കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ആ കാണുന്നതാണ് ബോർഡർ. ഇവിടെ നിന്ന് തന്നെ ചൈന കാണാൻ പറ്റും കേട്ടോ. ആ കാണുന്നതാണ് ചൈനയിലെ ബിൽഡിങ്ങുകൾ കേട്ടോ. ഇതില്ലേ കാണേണ്ടതാണ് ചൈനയുടെ ഇത്. പിന്നെ അതുപോലെ ഇതിൻ്റെ മേലൊരു ITBP ക്യാം ഉണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ ബൈനോക്കുലറിൽ നോക്കാൻ പറ്റും. ഞാൻ ഇന്നലെ പോയി നോക്കിയേട്ടാ. പക്ഷേ ഇതിൽ നമ്മൾ വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് നടപടി ആയില്ല. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇതിൽ എന്തായാലും കാണിച്ചു തന്നെ കേട്ടാ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചൈനയിൽ നിന്നും ഒഴുകി വരുന്ന നമ്മുടെ ലോയിഡ് റിവർ കാണാൻ പറ്റും കേട്ടോ. അവിടെ എന്തൊക്കെയോ പണി നടക്കണതുകൊണ്ടാണ് വെള്ളം ഇങ്ങനെ കലങ്ങി വന്നേക്കണത്. ഇതിൻ്റെയൊക്കെ മേലിൽ നമ്മുടെ ഇന്ത്യൻ ആർമിയാണ് കേട്ടോ. അതുപോലെ തന്നെ ആ കാണാൻ മലയില്ലേ, അത് ചൈനയുടെയാണ്. അതിൻ്റെ മേലും ചൈനീസ് ആർമി ഉണ്ടാവും. അവരവിടെ ക്യാമ്പുകൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അവിടെ തന്നെ ഇവിടെ തങ്ങണത്. നമ്മളെ കഴിഞ്ഞ ദിവസം പോയത് ആ കാണുന്ന സ്ഥലത്താണ് കേട്ടോ. അതിൻ്റെ പേരാണ് കിബിറ്റോ. ആ കാണുന്നതാണ് കിബിറ്റോ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 18 കിലോമീറ്റർ ഉണ്ട്. അതുപോലെ അവിടെ നമ്മൾ കുറച്ചങ്ങോട്ട് വരുമ്പോൾ പുതിയ റോഡിൻ്റെ കട്ടിങ് കിടപ്പുണ്ട് കേട്ടോ. ഇനി ഇത് കട്ട് ചെയ്ത് റോഡൊക്കെ പണിതിട്ട് വേണം ഇന്ത്യൻ ആർമിയുടെ വണ്ടികളൊക്കെ പോകാൻ വേണ്ടി. അത് കണ്ടില്ലേ, ആ ഭാഗത്തൊക്കെ ഒരു റൂട്ടിങ് ഇങ്ങനെ പണിയുന്നുണ്ട് കേട്ടോ. ഈ മല ഫുള്ളി ഇങ്ങനെ കോടയത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവിടെയൊക്കെ നമ്മുടെ ആർമിക്ക് അതൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വില്ലേജിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ഇവിടേക്ക് ആൾക്കാരൊക്കെ ആയിട്ട് പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ആരും ഇല്ലാട്ടോ. എല്ലാവരും കൃഷിയുടെ ഇതായിട്ട് പോയിക്കലാണ്. ഇവിടെ അടിയിലൊരു കൃഷിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഇവിടേക്ക് ആയിട്ട് ഒരുപാട് കൃഷികളുണ്ട് കേട്ടോ. കാടിൻ്റെ ഉള്ളിലും അവിടെ ഇവിടേക്ക് ആയിട്ട് ഒരുപാടുണ്ട്. അങ്ങോട്ടൊക്കെ പോയേക്കണേ കേട്ടോ. നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങണേ കേട്ടോ. ഇത് ഓപ്പൺ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ വീഡിയോ എടുക്കാറുണ്ടോ. മഴ പൊടിയുന്നുണ്ട്. എന്തായാലും പയ്യെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഡോങ് റൂട്ടാണ് നമ്മൾ പോണത്, വലോങ്ങിലേക്ക്. എവിടെ എത്തുന്ന ഒരു പിടുത്തൂല കേട്ടോ.
ഞാനിവിടെ ഒരുപാട് പ്രതീക്ഷകളായിട്ട് വന്നതാണ്. പക്ഷേ കുറേ പ്രതീക്ഷകളൊക്കെ നഷ്ടമായി. കുറേ കാഴ്ചകൾ കാണണമെന്നുണ്ടായിരുന്നു, ഒന്നും നടപടിയായില്ല. കാരണം ഇപ്പോൾ ഇവിടെ കൃഷി സമയമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൃഷിപ്പാടത്ത് പോകും. അതുകൊണ്ട് ഒറ്റ ആൾക്കാരെയും കിട്ടൂല കേട്ടോ. 1-2 പേരെ കിട്ടിയാൽ കേട്ടോ. നമ്മളെ ഇന്നലെ വന്ന റൂട്ടിലൂടെ തിരിച്ചിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ സൈഡിലൊരു വെള്ളച്ചാട്ടം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് കേട്ടോ. ചെറുതാണ്, നമ്മൾ പോണ റൂട്ടിൽ ഇതേപോലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ വന്നത് ആ ഒരു സൈഡിലാണ്, അതായത് അതാണ് കിബിറ്റോയിലേക്കുള്ള റൂട്ട് കേട്ടോ. പിന്നെ ഈ ഒരു പാറ നിങ്ങൾ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് നോക്കിക്കോട്ടാ, നമ്മളിങ്ങനെ തന്നെ വെച്ചേക്കാം. ഇതിങ്ങനെ നോക്കുമ്പോൾ ആ ഒരു സ്ത്രീയുടെ രൂപമായിട്ട് കാണാൻ പറ്റണം. എനിക്ക് കണ്ടില്ലേ, സ്ത്രീയുടെ രൂപമാണ് കറക്റ്റ്. നമ്മൾ ഇന്നലെ ആ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടാകും കേട്ടോ. ഇതിൻ്റെ ആ ഒരു സ്ഥലത്ത് നിന്ന് കറക്റ്റ് നോക്കണം കേട്ടോ. ആ കാണുന്ന കല്ലില്ലേ, അതിൻ്റെ അവിടെ നോക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് മനസ്സിലാവും. കണ്ടില്ലേ? പക്ഷെ നമ്മളുണ്ടല്ലോ അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. ജസ്റ്റ് ഒരു കല്ലിൻ്റെ പുറത്ത് മറ്റൊരു കല്ലിരിക്കണ പോലെ തോന്നുള്ളൂ. നമ്മളെ പോണ റൂട്ടാണിത്. ഇവിടെ നിന്നാണ് നമ്മൾ വന്നത്. ഈ റൂട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ കരോത്തി ബ്രിഡ്ജിലേക്ക് പോകും. കണ്ടില്ല, കരോത്തി ബ്രിഡ്ജ് 3 കിലോമീറ്റർ, കിബിറ്റോ 12 കിലോമീറ്റർ. ഇവിടെ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ ഡോങ് വാലി തിന എന്ന് പറഞ്ഞ സ്ഥലം എടുത്തു കേട്ടോ. ആ ഒരു വില്ലേജിലേക്കും പോകാൻ പ്ലാൻ ഉണ്ട്. നിങ്ങൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല ഇതൊക്കെ. പിന്നെ അതുപോലെ ഡിച്ച് നമുക്ക് പോകാൻ പറ്റില്ല, 18 കിലോമീറ്റർ. കാഹോ കഴിഞ്ഞിട്ടൊരു വില്ലേജും കൂടെ വരും കേട്ടോ. അങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, അലൗഡ് അല്ല കേട്ടോ. അവിടെ ആർമി ക്യാമ്പാണ് ഫുള്ള്, അങ്ങോട്ടേക്ക് അലൗഡ് അല്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ച് റിട്ടേൺ ഡോങ് വാലിയിലേക്ക് പോകണം കേട്ടോ. നമ്മളെ ഇപ്പോൾ ഏകദേശം ഡോങ് വാലി എത്താറായിട്ടാ. ഇവിടെ എന്തോ ചെറിയൊരു വീടുണ്ട്, ഒരു വീട് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത്ര നേരം വന്നിട്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, നല്ല അടിപൊളി കാലാവസ്ഥ കേട്ടോ. ലൊക്കേഷൻ നോക്കി എന്ത് ഭംഗിയാണല്ലേ. ചെറിയൊരു റൂട്ടാണ് കേട്ടോ. ഈ റൂട്ടിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ച് പോകാൻ വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. ഇപ്പുറത്തെ സൈഡിൽ നോക്കി, ഇപ്പുറത്തെ സൈഡിൽ ചെറിയ ചെറിയ കുന്നും മലകളും, ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ നല്ല വിശാലമായ ഒരു സ്ഥലം കേട്ടോ. ഫുള്ളിങ്ങനെ പച്ചപ്പാർന്നിരിക്കുന്നതാണ്. മേലൊക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ ഒഴുകി വീണിട്ടുണ്ട് കേട്ടോ. നോക്കി ആ കാണില്ലേ, അത് മഞ്ഞ് എന്തോണം തോന്നുന്നു. ഇപ്പോൾ ഓൾറെഡി ഇതിൻ്റെ സീസൺ കഴിഞ്ഞിട്ടാ, വിൻ്റർ സീസൺ കഴിഞ്ഞ് ഇപ്പോൾ ഫുള്ള് മഴയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. എന്തോ ഗ്രിഫിൻ്റെ എന്തോ ക്യാമ്പാണെന്ന് തോന്നിട്ട് ഈ കാണുന്നത്. കാരണം ഒരുപാട് വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ഫസ്റ്റ് സൺറൈസ് കാണാൻ പോണ പോയിന്റ് കേട്ടോ. നോക്കിയേ, ഇതാണ് ലൊക്കേഷൻ. കഴിഞ്ഞ ദിവസം നമ്മൾ വന്നതും അതുപോലെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടാ. ഇതാണ് പോയിന്റ്. രാവിലെ ഏകദേശം ഒരു 1:30 അല്ലെങ്കിൽ 2 മണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു ട്രെക്കിങ്. നമ്മൾ ഈ ഒരു റൂട്ട് നടന്നാണ് വന്നത്. വണ്ടിയൊക്കെ വരും കേട്ടോ. പിന്നെ അവിടെ നിന്ന് ട്രക്കിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. കാലാവസ്ഥ ഞാൻ പറഞ്ഞില്ല, നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ കാറ്റടിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട്. മിക്കവാറും വീണ്ടും മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. अच्छा, आपका नाम क्या है भैया? अच्छा चाची मैं फेसबुक यूट्यूब चैनल भी खोल के रखा छोटा मोटा. अच्छा अच्छा अच्छा, बढ़िया है. कितना साल हो गया यूट्यूब खोल के? हाँ ऐसे ही मतलब हमने ये ज़्यादा दिन नहीं हुआ, 2-3 महीना हुआ खोल के रखा. अच्छा, हम उस दिन ऊपर गया था. अच्छा, बट तो ये मौसम तो खराब था ना, इसलिए तो अच्छा कुछ नहीं देखा था. तो साइकिल दोस्त आपका ये जैसे कि बेचल से टायर पंक्चर होने लेते हैं आप? हाँ, पंचर तो मैं खुद बनाता है. फिर बेचल को टायर फट गया तो फिर? फट गया तो नया लेना पड़ेगा. अभी मेरे साथ टायर नहीं है, ट्यूब है. अच्छा, बाप रे बाप रे. पहले में हम लोग क्या करता कि उस समय ये रास्ता भी नहीं पता था और जान पहचान किसी से नहीं था. तो तेजू जाने के लिए हम लोग भी रास्ता भी जानते नहीं. तेजू सुनता से वे और तेजू कहाँ है हम लोग थोड़ी जानता था. क्या छोटा समय पैदल गया था नहीं. तो रेंजल साइकिल एक लिया. रेंजल साइकिल फास्ट निकला था. तो एक तो बुड्ढा साइकिल बोलते हैं वो, एक ऐसा ही साइकिल था ना. बुड्ढा साइकिल, एक रेंजल साइकिल ऐसे थोड़ा सेम था ना. वो लिया है जैसे तैसे मच्छी वच्छी मान के कमाया. रेंजर साइकिल देखिए हमने जाके रात भर नींद नहीं लगता है एकदम. वो चलाना ही है मतलब जैसे कि उजला होते ही चला देता है. वो लगा सकता है ना, लगा सकता है. किसी का परमिशन कुछ करना पड़ेगा ऐसा कुछ. लेकिन जैसा कि दूसरा घर में ऐसा ऐसा मेरा घर में तो लगा सकता आप ये ऐसा समय लगाने से लगा सकता. इसमें भी लगा सकता. ऐसी फ्री में हो सकता है. मतलब है ना, हम भी बाहर का यहाँ में कहीं भी लगाने का पहले किसी को परमिशन करना पड़ेगा ना. कभी ऐसे मतलब मतलब तो यहाँ में फट से भी गाली नहीं करता है. जैसा कि ये वालों पार हो जाएगा ना और किसी का बगान में लगा देगा तो कुछ तो हो जाता ना. यहाँ तो वैसा नहीं है. അങ്ങനെ നമ്മൾ വലോങ് എത്താറായിട്ടാ. നമ്മൾ സഞ്ചരിക്കുന്ന റൂട്ടാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല കയറ്റമുണ്ട് കേട്ടോ. ഇവിടുന്ന് 7 കിലോമീറ്ററും കൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ വലോങ് എത്തും. പിന്നെ അതിനൊരു ടിനായി എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട് കേട്ടോ. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ബ്രിഡ്ജൊക്കെ ക്രോസ് ചെയ്യുന്നത് കേട്ടോ. ആ കാണുന്നതാണ് ടിനായി എന്ന് പറഞ്ഞ ഗ്രാമം കേട്ടോ.
അതുപോലെ തന്നെ ആ കാണുന്നതാണ് വലോങ്. നമ്മൾ അങ്ങോട്ടേക്കാണ് പോണേട്ടാ. ഇങ്ങനെ ഇറങ്ങി വേണം പോകാൻ. നമ്മൾ കഴിഞ്ഞ ദിവസം ആ ഒരു റൂട്ടിലൂടെ വരാൻ വേണ്ടി പ്ലാൻ ആക്കിയതാണ്. പക്ഷേ തിരിച്ചു വരുമ്പോൾ പോകാമെന്ന് വെച്ച് അത്യാവശ്യം ഇറക്കമുണ്ട്, അതുപോലെ ബ്രേക്ക് കുറച്ച് കമ്മിയാണ് കേട്ടോ. എന്തായാലും നമുക്ക് പോവാം. എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, കാരണം നമ്മുടെ കയ്യിൽ ഗോപ്രോ ഇല്ല. അതുകൊണ്ടാണ് ഹെൽമെറ്റ് വെക്കാൻ, അല്ലെങ്കിൽ ഗോപ്രോയിൽ സെറ്റ് ചെയ്ത് അടിപൊളി വിഷ്വൽ എടുക്കാൻ പറ്റുമായിരുന്നു. ഇതിങ്ങനെ ഒറ്റ കൈക്ക് പിടിച്ചുകൊണ്ട് പോയിക്കാൻ എന്തായാലും വീഡിയോ എന്ന് ഉറപ്പാണ്. ഒരുപാട് കുറവുകളുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോയിൽ, ഒരുപാട് കുറവുകളുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ നമ്മുടെ സാഹചര്യം അതായി പോയിട്ടാ. എനിക്കും അതിലൊരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടുണ്ട്, ഒരു വിഷമമുണ്ട്. കാരണം നിങ്ങളിലേക്ക് നല്ലൊരു വീഡിയോ എത്തിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടമുണ്ട്. എന്തായാലും നമുക്ക് നോക്കാട്ടാ. അങ്ങനെ നമ്മൾ തെനായി എന്ന് പറയുന്ന ഗ്രാമം എത്തിയിട്ടാ. ഈ കാണുന്നതാണ് ഇവിടെയൊക്കെ വീടുകൾ ഇങ്ങനെ പണിതണ്ടിരിക്കുന്നേട്ടാ. ഒരുപാട് പോപ്പുലേഷനൊന്നുമില്ല, കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്താണ് നമ്മൾ അപ്പുറത്തേക്ക് പോകാനായിട്ടാ. അല്ലേ, ഹൈലോങ്ങിന് 102 കിലോമീറ്റർ ഉണ്ട്, വലോങ് 2 കിലോമീറ്റർ ഉണ്ടാ. തിനായി എന്ന് പറഞ്ഞ ഗ്രാമം എന്ന് പറയുന്നത് ശരിക്കും വാലോങ്ങായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഇവിടെ നിന്ന് ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്താൽ മാത്രമേ ബാലോങ് എത്തുള്ളൂ. ഇപ്പം നമ്മൾ വാലോങ്ങിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ അവിടെ ആർമി ക്യാമ്പാണ്, പിന്നെ ഫുള്ളും വാലോങ് ബ്രിഗേഡൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാനാണ് പ്ലാൻ ഇട്ടേക്കണം, നോക്കാം എന്തായാലും. അങ്ങനെ വന്ന വഴിക്ക് വാലോങ്ങിൽ ഇവിടെ ഒരു ഗ്രൗണ്ട് കിട്ടിയേട്ടാ. അപ്പം എൻ്റെ സൈക്കിൾ ഇവിടെ ഉണ്ട്. നമ്മളത് കുറച്ചിങ്ങനെ കളിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നേട്ടാ. ഇവിടെ ഒരു ക്രിക്കറ്റ് കളിക്കാണ്ട്. ഇവിടുത്തെ ലോക്കൽസാണ് കേട്ടോ. പിന്നെ ഞായറാഴ്ചയൊക്കെ ഇവിടെ കുറച്ച് മലയാളികൾ വരും. അവർ വീടിൻ്റെ പുറകിൽ ഒരു ആർമി ക്യാമ്പ് ഉണ്ട്, അവിടെ നമ്മൾ കുറേ പേരെയൊക്കെ പരിചയപ്പെട്ടേട്ടാ. എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചോദിച്ചിട്ട് ആ ഭാഗത്ത് അവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാമെന്ന് വെച്ചിരിക്കുന്നതാണ്. എന്തായാലും ചോദിച്ചു നോക്കാട്ടെ, കളി ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ ടെൻ്റ് അടിച്ചേട്ടാ. ടെൻ്റ് അടിച്ചത് ഞാൻ നേരത്തെ കാണിച്ച ഗ്രൗണ്ടില്ലേ, ഇപ്പോൾ കാണാൻ പറ്റില്ല, ഇരുട്ടാണ്. അതിൻ്റെ മേളിൽ ഒരു ചെറിയൊരു ഗാലറി പോലെ സെറ്റപ്പ് ഉണ്ടായിരുന്നു, അവിടെ ടെൻ്റ് അടിച്ചത്. എൻ്റെ സൈക്കിളാണ് കേട്ടോ. സൈക്കിളിലെ ഈ ഒരു ബോർഡൊക്കെ ഒടിഞ്ഞു പോയതുകൊണ്ട് ഇതിൻ്റെ സ്ക്രൂ ഒക്കെ ആകെ പൊട്ടിയിരിക്കുകയാണ്. അത് നമ്മൾ വീണപ്പോൾ പറ്റിയതാണ്. ഇത് നോക്കി, ബോർഡൊക്കെ പൊട്ടിപ്പോയിട്ടാ. നല്ലൊരു വീഴ്ചയായിരുന്നു കേട്ടോ. പക്ഷെ എൻ്റെ പൊന്നു, അത് ഞാൻ ഓർക്കണില്ല. അതുപോലെ ടെൻ്റ് അടിച്ച് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാനത് കാണിച്ചു തരാം അതിൻ്റെ ഉള്ളിലാണ്. അങ്ങനെ നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് നമ്മുടെ കറി ഇവിടെ ഉണ്ട്, ചോറ് ഇവിടെ ഉണ്ട്. ഉണ്ടല്ലേ, ഇതാണ് നമ്മുടെ ടെൻറ്റിൻ്റെ ഉള്ളിൽ കേട്ടോ. ഫുള്ള് ഇങ്ങനെ അലങ്കോലം ഇട്ട് കിടക്കുന്നതാണ്. എന്തായാലും ഇതൊന്ന് സെറ്റ് ചെയ്യണം കേട്ടോ, കാരണം നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ നേരത്തെ എല്ലാം അയച്ചിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഇത് കഴിഞ്ഞ് നമ്മൾ ഇതൊക്കെ ഒതുക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാട്ടാ. അങ്ങനെ നമ്മുടെ ഫുഡ് അടി സ്റ്റാർട്ട് ചെയ്തിട്ടാ. നല്ല ചോറും പരിപ്പ് കറിയാണ്, ചെറിയൊരു ഫുഡ് അടിയാണ്. അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ ഇട്ട് അടുത്ത ദിവസം വരാം. ഇത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ, വലിയ ഇതൊന്നുമില്ല. നമ്മൾ വന്ന റൂട്ടിലെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചതാണ്. ഇതെല്ലാം നമ്മൾ കറങ്ങിയ സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ റൂട്ടിലൂടെ വന്നപ്പോൾ ചെറിയൊരു വീഡിയോ എടുത്താണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും മാറ്റങ്ങൾ വരണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ വലോങ്ങിൽ ഒരു ദിവസം കൂടെ നിൽക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് താഴത്തേക്ക് പോകാൻ കേട്ടോ.